സ്റ്റേഷനിൽ കൂടിയിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ മുദ്രാവാക്യം വിളിച്ച് ഇത്തരത്തിലുള്ള നടപടി അംഗീകരിക്കാനാവില്ല എന്നൊരു സമീപനത്തിൽ ഡാൻ, പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ടല്ലോ. പോലീസ് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ലേ? പോലീസ് എത്തിയതുകൊണ്ടാണ് മറ്റ് സംഘർഷങ്ങൾ ഉണ്ടാകാതിരുന്നത്. കാരണം ഈ നേതാക്കളും പ്രവർത്തകരും KPCC ഓഫീസിലേക്ക് ആൽത്തറ ജംഗ്ഷനിലൂടെ കാൽനടയായി പോകുന്നതിനിടയിലാണ് CITU പ്രവർത്തകർ അവരുമായി ഈ വാക്കേറ്റത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കൃത്യമായി പോലീസിന്റെ ഒരു ഇടപെടൽ ആ സമയത്ത് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് മറ്റു തരത്തിലുള്ള സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരുന്നതും. ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തി ഇരു വിഭാഗങ്ങൾക്കും ഇടയിൽ നിലയുറപ്പിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് സംരക്ഷണത്തിലാണ് ഇപ്പോൾ KPCC ഓഫീസിലേക്ക് അവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ യൂണിയൻ പ്രവർത്തകർ CITU യൂണിയൻ പ്രവർത്തകർ ഇപ്പോഴും ആൽത്തറ ജംഗ്ഷനിൽ ശക്തമായ പ്രതിഷേധവുമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് നടുവിൽ പോലീസിന്റെ സാന്നിധ്യമുണ്ട്. വിളിക്കാൻ വേണ്ടി വന്നു, അത് എതിർക്കാൻ ശ്രമിച്ചപ്പോൾ ഈ CITന്റെ ഡ്രസ് ഇട്ടോണ്ട് ഇനി പറയേണ്ട കാര്യമില്ലല്ലോ അല്ല എന്നുള്ളത്. അതെ, സമരത്തിൽ നിന്ന് വന്നത് ഷെഡ് പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ സമയത്താണ് ഈ ആടി വന്നത്. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയുള്ള മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് പോലീസ് ആസ്ഥാനത്തേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. KPCC ആസ്ഥാനത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകരായിരുന്നു അണിനിരുന്നത്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഉള്ളവർക്കാണ് ഇപ്പോൾ പരിക്കേറ്റത്. വണ്ടി വേണ്ടേ? അയ്യോ അജിത്ത് എന്നാണ് പോലീസുകാരനാണ് അടിച്ചത്.